ഞാൻ ബാലകൃഷ്ണൻ. 25 വർഷം ഞാൻ സജീവ പത്രപ്രവർത്തകനായിരുന്നു. അതിനുശേഷം 2008 മുതൽ 2008 സ്വമേധയാ വിരമിച്ച ശേഷം ഞാൻ കഴിഞ്ഞ 17 വർഷമായിട്ട് മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കുകയാണ്. ജേർണലിസം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൻ്റെ ഡയറക്ടറാണ് ഞാനിപ്പോൾ. കഴിഞ്ഞ 10-12 വർഷമായിട്ട് എനിക്ക് സൈക്കോളജിയിൽ സജീവമായ താല്പര്യമുണ്ട്. സൈക്കോളജിയിൽ താല്പര്യം ഉണ്ടായതിനെ തുടർന്ന് ഞാൻ ആദ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ചെയ്തു. അതിനുശേഷം ഞാൻ സിംഘാനിയ യൂണിവേഴ്സിറ്റിയുടെ MSc കൗൺസിലിംഗ് സൈക്കോളജി പാസ്സായിട്ടുണ്ട്. ഇപ്പോഴും കൗൺസിലിംഗ് രംഗത്തേക്ക് ഏതാണ്ട് സജീവമായി പ്രവേശിച്ചു വരുന്നു. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അക്കാഡമിക് വിദ്യാഭ്യാസത്തിൻ്റെ വലിയൊരു പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിത സാഹചര്യങ്ങളുമായി ജീവിതവുമായി ബന്ധപ്പെടാത്ത രീതിയിലാണ് തിയറി പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതേത് മേഖലയിലും അങ്ങനെയാണ്. മിക്കവാറും ഏത് മേഖലയിലും അക്കാഡമിക് പഠനത്തിന് ശേഷം കോളേജുകളിൽ വിഷയങ്ങൾ പഠിച്ച ശേഷം ശരിക്കും ആ മേഖലയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, ജോലി ചെയ്യണമെങ്കിൽ, പ്രായോഗികമായി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി പിന്നീട് പ്രായോഗിക പരിശീലനം നേടേണ്ട അവസ്ഥയാണുള്ളത്. സൈക്കോളജി മേഖലയിൽ അത് വളരെ പ്രകടമാണ്, വളരെ കൂടുതലാണ്. കാരണം ഒരു സൈക്കോളജിസ്റ്റിൻ്റെ മുന്നിൽ എത്തിച്ചേരുന്നത് അനന്ത വൈവിധ്യമുള്ള ഒരുപാട് വൈവിധ്യമുള്ള കേസുകളാണ്. ഓരോ കേസുകളും മറ്റൊരു കേസിൽ നിന്ന് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വളരെ വ്യത്യസ്തമായ മുമ്പ് കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അവസരത്തിൽ പലപ്പോഴും സൈക്കോളജിസ്റ്റ് പകച്ചു പോകും. ഈ പകച്ചു പോകാനുള്ള വലിയൊരു കാരണം ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി അല്ല തിയറി പഠിപ്പിക്കുന്നത് എന്നതാണ്. മുഖ്യ കാരണം അതാണ്. അപ്പോൾ അതിന് ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ആക്ച്വൽ കേസുകളുമായിട്ട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സംവിധാനം ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ പരിഹാരം. ഇപ്പോൾ സൈക്കോളജി മേഖലയിൽ അങ്ങനെയുള്ള ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ കോഴിക്കോട്ട്, കേരളത്തിൽ അങ്ങനെയൊക്കെ ആണല്ലോ നമ്മൾ പറയുക. കോഴിക്കോട്ടായാലും ഇനി കേരളത്തിൽ മൊത്തം എടുത്തു കഴിഞ്ഞാലും ഒരുപക്ഷെ കേരളത്തിന് പുറത്തു പോലും വളരെ വളരെ ഫലപ്രദമായിട്ട് ഈ പ്രശ്നം ഡീൽ ചെയ്യുന്ന, വളരെ ഫലപ്രദമായിട്ട് ഈ ഒരു വിഷയം പരിഹരിക്കുന്ന ഒരു കോഴ്സാണ് സൈബ്രിഡ്ജ് കോഴ്സ്. ഐഫർ നടത്തുന്ന സൈബ്രിഡ്ജ് കോഴ്സ്. അവിടെ വർഷങ്ങളായിട്ട് കൗൺസിലിംഗ് രംഗത്തുള്ള വളരെ പ്രഗത്ഭരായ അധ്യാപകർ അവരുടെ ജീവിത അനുഭവങ്ങളുമായിട്ട്, അവരുടെ കൗൺസിലിംഗ് അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തി ഓരോ തിയററ്റിക്കൽ കൺസെപ്റ്റും അവതരിപ്പിക്കുമ്പോൾ ആ തിയററ്റിക്കൽ കൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സജീവമായ കേസുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അധ്യാപനം നടത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് വളരെ ക്ലിയറായ നല്ല ക്ലാരിറ്റി ലഭിക്കുന്നു പഠിക്കുന്നവർക്ക് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രയോജനം. മാത്രമല്ല വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വളരെ ഭിന്നമായ കേസുകൾ മുന്നോട്ട് വരുമ്പോൾ ഒട്ടും പകച്ചു പോകാതെ ആ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും കേസ് കൺസെപ്ച്വലൈസ് ചെയ്യാനും അതിന് വേണ്ട അനുയോജ്യമായ തെറാപ്പികൾ വ്യത്യസ്തമായ രീതിയിൽ ഇതുവരെ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അല്ലാത്ത സാഹചര്യമായാൽ പോലും അത് ഡിവൈസ് ചെയ്ത് നടപ്പാക്കാനുമുള്ള ഒരു പശ്ചാത്തലം, അതിനുള്ള ഒരു ധൈര്യം ഈ കോഴ്സിലൂടെ ലഭിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത്തരം കോഴ്സുകൾ സൈക്കോളജി പഠിച്ച സൈക്കോളജിക്കൽ മേഖലയിൽ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അഭിലഷണീയമാണ്, ഏറ്റവും കൂടുതൽ ശുപാർശ ചെയ്യാവുന്നതാണ്. അപ്പോൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് പഠനവും പ്രായോഗികമായ അതിൻ്റെ പ്രവർത്തനവുമായി ലിങ്ക് ചെയ്യാൻ, കണക്ട് ചെയ്യാൻ, അതിനു വേണ്ട ആത്മധൈര്യം ലഭിക്കാൻ ഏറ്റവും ഫലപ്രദമാണ്, ഏറ്റവും അനുയോജ്യമാണ് സൈബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയാൻ ഒട്ടും മടിക്കേണ്ടതില്ല. വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കേസ് കാണുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് മുന്നിൽ വരുന്ന അവസരത്തിൽ ആ ക്ലയൻറ്റിനെ എങ്ങനെ അഭിമുഖീകരിക്കണം, അഭിമുഖീകരിക്കുക എന്നല്ല പറയേണ്ടത്. ആ ക്ലയൻറ്റിൻ്റേതായ വ്യക്തിഗതമായ പ്രശ്നം, പ്രത്യേകമായ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണമെന്നും അത് മനസ്സിലാക്കാൻ എന്തൊക്കെ
മെത്തഡോളജി, ഏത് മെത്തഡോളജി അവലംബിക്കണമെന്നും ഏത് രീതിയിൽ അതിനെ സമീപിക്കണമെന്നുമുള്ള കൃത്യമായൊരു ചിത്രം ലഭിക്കാൻ ഈ കോഴ്സ് വളരെയേറെ ഉപകാരപ്രദമാണ്. അതെനിക്ക് വ്യക്തിപരമായിട്ട് പറയാൻ കഴിയും. പിന്നെ ഈ തിയറി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിയറി ജീവിതഗന്ധിയല്ലാതെ പഠിപ്പിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ഏത് കാര്യത്തിനും എക്സ്പീരിയൻസ് വേണം എന്ന് പറയും. എക്സ്പീരിയൻസ് ആകട്ടെ എക്സ്പീരിയൻസിലൂടെ അല്ലാതെ കിട്ടുകയില്ല. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയാണ്, ഒരു പ്രശ്നമാണ്. അതിനുള്ള ഒരു പരിഹാരമാണ് വെർച്വൽ എക്സ്പീരിയൻസ്. അതായത് നേരത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമായിട്ട് ഇടപഴകുകയും അവരുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാൻ അവസരം ലഭിക്കുകയും ചെയ്യുന്നത് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നതിന് തുല്യമായ ഒരവസരം ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ ആ നിലക്കും ഈ കോഴ്സ് വളരെയേറെ അനുയോജ്യമാണ്, ഏറ്റവും കൂടുതൽ ഫലപ്രദമാണ് എന്ന് പറയാൻ ഒട്ടും സംശയിക്കേണ്ടതില്ല. ഈ സൈബ്രിഡ്ജ് കോഴ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലും, എക്സ്പീരിയൻസ് വൈസ് ആൻഡ് അക്കാഡമിക് വൈസ്. അക്കാഡമിക്കലി ഈ ഇന്ത്യയിലെ പ്രമുഖമായ IIT-കളിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന, അതിന് നേതൃത്വം നൽകുന്ന, ദശാബ്ദങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, ആശുപത്രികളിൽ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ധാരാളമായിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ എന്നിങ്ങനെയുള്ളവരാണത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഫാക്കൽറ്റികളാണ് അനുഭവ സമ്പത്തുള്ള, അക്കാഡമിക് തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റാഫാണ് അല്ലെങ്കിൽ അധ്യാപകരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നതും പ്രത്യേകം പരാമർശമർഹിക്കുന്ന കാര്യമാണ്.